അപ്പോൾ ഹോബിയുടെ ഗ്രാൻഡ് മദറിൻ്റെ മരണവാർത്ത ആർമീസ് എല്ലാവരും അറിഞ്ഞിരുന്നോ? ഇന്നലെ ടോക്കിയോയിൽ നടന്ന ആ ഒരു കോൺസേർട്ടിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞപ്പോഴാണ് ഹോബി ഈ ഒരു കാര്യം ഫാൻസിനോട് എല്ലാവരോടും പറയണത്. ഹോബി ആർമീസിനോട് തനിക്ക് ഇന്ന് എങ്ങനെയാണ് ഫീൽ ചെയ്യണത് എന്ന് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അതായത് ഇത് ഷെയർ ചെയ്യാൻ കുറച്ച് ഹെവി ആയ കാര്യമാണ്, എന്നാലും എനിക്ക് ഇന്ന് എന്താണ് എൻ്റെ ഒരു ഫീലിംഗ് എന്ന് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്. ഞങ്ങളിവിടെ ഈ ഒരു കോൺസേർട്ടിൻ്റെ കാര്യത്തിനായി ജപ്പാനിൽ ഇറങ്ങിയ ഉടനെയാണ് എന്നെ ചെറുപ്പത്തിലൊക്കെ വളർത്തിയെടുത്തതെന്ന് എൻ്റെ ഒരു ഗ്രാൻഡ് മദറിൻ്റെ മരണവാർത്ത ഞാൻ അറിയണത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഷോക്ക്ഡായിപ്പോയി. എന്താ ശരിക്കും ഫീൽ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ മെമ്പേഴ്സിന് എല്ലാവരെയും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ റിഹേഴ്സലിനൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ആ ഒരു ഭാരം കുറേ കുറഞ്ഞു. എൻ്റെ ഗ്രാൻഡ് മദർ എന്നെക്കുറിച്ച് എപ്പോഴും പ്രൗഡായിരുന്നു. എന്നെക്കുറിച്ച് മാത്രമല്ല, മെമ്പേഴ്സിന് എല്ലാവരെയും കുറിച്ച് പ്രൗഡായിരുന്നു. ഗ്രാൻഡ് വിചാരിച്ചതെന്ന് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ഭയങ്കര ഇൻക്രെഡിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മേളിലിരുന്നിട്ട് ഗ്രാൻഡ് മദർ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഈ ഒരു കോൺസേർട്ടിൻ്റെ എല്ലാ മൊമെൻറ്റ്സും എൻജോയ് ചെയ്യാൻ കഴിയട്ടെ. അപ്പോൾ ജേഹോബ് തൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ മരണവാർത്ത ആർമീസിനെ അറിയിച്ചത് ഇങ്ങനെയായിരുന്നു. അതേപോലെ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ജേഹോബിൻ്റെ സിസ്റ്ററും ഈ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു കാര്യം കേട്ടപ്പോൾ ഒരു ദേജാവ് പോലെ ആയിരുന്നു. അതായത് ദി ഹിസ്റ്ററി റിപ്പീറ്റിംഗ് ഇറ്റ് സെൽഫ് എന്ന് പറയുന്ന പോലെ നമ്മുടെ തെയോങ്ങിൻ്റെ ഗ്രാൻഡ് മദറും ഇങ്ങനെ BTSൻ്റെ ഒരു വേൾഡ് ടൂർ ആയിട്ടുള്ള വിങ്സ് വേൾഡ് ടൂറിൻ്റെ ഇടയിലായിരുന്നു മരണപ്പെട്ട വാർത്ത ആർമീസ് അറിഞ്ഞിരുന്നത്. അന്ന് അവരെ കോൺസേർട്ട് ഫിലിപ്പീൻസിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കായിരുന്നു ആ ഒരു ന്യൂസ് കേട്ടിരുന്നത്. അതേപോലെ തന്നെ ഇത്തവണ ജപ്പാനിലെ ഈ ഒരു കോൺസേർട്ടിൻ്റെ ഇടയ്ക്കാണ് ഹോബിയുടെ ഗ്രാൻഡ്മേൻ്റെ മരണവാർത്ത അറിയുന്നത്. എന്തായാലും ഹോബി പറഞ്ഞ പോലെ ഗ്രാൻഡ്മ അവരോടുള്ള പ്രൗഡായിട്ടുള്ള ഫീലിംഗ് തന്നെ ഈ ഒരു കോൺസേർട്ടും മേലെ ഇരുന്നിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് നമുക്ക് വിചാരിക്കാം.